പ്രൈസ് ലോർഡ്. 83-ാം സങ്കീർത്തനം 1-ാം വാക്യം. ദൈവമേ മിണ്ടാതെ ഇരിക്കരുതേ, ദൈവമേ മൗനമായും സ്വസ്ഥമായും ഇരിക്കരുതേ, ദൈവമേ മൗനമായിരിക്കരുതേ, മിണ്ടാതെ ഇരിക്കരുതേ. പലപ്പോഴും നാം ദൈവത്തോട് പറയുന്ന ഒരു കാര്യമാണ്. മാനുഷികമായ ശ്രമങ്ങളൊക്കെ വിഫലമാകുമ്പോൾ, പരാജയങ്ങളുടെ വക്കിൽ നാം ഒക്കെയും എത്തി നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു കാര്യം നാം ദൈവത്തോട് പറയുന്നത്. പലപ്പോഴും നാം തന്നെ വിചാരിക്കാറുണ്ട്, നമ്മുടെ കഴിവുകൾ, നമ്മുടെ പദവികൾ, നമ്മുടെ സമ്പത്ത്, നമ്മുടെ ആരോഗ്യമൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും നേടിത്തന്നത്. മാനുഷികമായിട്ട് എപ്പോഴും നാം അങ്ങനെയാണ് ചിന്തിക്കുന്നത്. എന്നാൽ ഇതിൻ്റെ പിന്നിലെ ദൈവാനുഗ്രഹത്തിൻ്റെ ആ ഒരു കരുതൽ, അതിനെപ്പറ്റി ചിന്തിക്കുവാനായിട്ട് പലപ്പോഴും നമുക്ക് കഴിയാറില്ല. ഇങ്ങനെ നാം നമ്മുടേതായിട്ടുള്ള വഴികളിൽ കൂടി സഞ്ചരിച്ച് നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ പാതകളൊക്കെ ഇങ്ങനെ മുന്നേറി യാത്ര ചെയ്യുമ്പോഴാണ് പരാജയങ്ങൾ പലപ്പോഴും സംഭവിക്കുന്നത്. എന്തുകൊണ്ടാണ് ശത്രുക്കൾ തങ്ങൾക്കെതിരെ തല ഉയർത്തുന്നത്? എന്തുകൊണ്ടാണ് ദൈവം തങ്ങളിൽ പ്രസാദിക്കാത്തത്? എന്തുകൊണ്ടാണ് ദൈവം നിശബ്ദനായിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ശത്രുക്കൾ വിജയം നേടുന്നത്? ദൈവമേ നീ മിണ്ടാതെ ഇരിക്കരുതേ, നീ മൗനമായും സ്വസ്ഥമായും ഇരിക്കരുതേ എന്ന് ജനം ദൈവത്തോട് ചോദിക്കുകയാണ്. ദൈവം അനുവദിക്കാത്ത പക്ഷം തങ്ങൾക്ക് ഒരു വിജയത്തിനും സാധ്യതയില്ല എന്ന് അവർ മനസ്സിലാക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നാം വിജയിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ഒരു കരുതൽ, ദൈവത്തിൻ്റെ ഒരു കൈത്താങ്ങൽ, ദൈവികമായിട്ടുള്ള ഒരു ഹിതം നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളിലും ചിന്തകളിലും ആവശ്യമാണ്. അവനെ കൂടാതെ നമുക്ക് ഒരു യുദ്ധത്തിലും ജയിക്കുവാനായിട്ട് കഴിയുകയില്ല. മാനുഷികമായിട്ടുള്ള ചിന്തകളൊക്കെ മാറി എൻ്റെ ദൈവം എൻ്റെ കൂടെ ഇല്ല എങ്കിൽ എനിക്ക് വിജയിക്കുവാൻ കഴിയില്ലെന്ന് എപ്പോൾ നാം വിശ്വസിക്കുന്നുവോ ആ നിമിഷം മുതൽ നമ്മുടെ അവസ്ഥകൾ തന്നെ മാറുകയാണ്. ദൈവം ഒപ്പമുണ്ടെങ്കിൽ, അവൻ്റെ മുഖം നമുക്ക് നേരെ പ്രകാശിക്കുമെങ്കിൽ, അവൻ നിശബ്ദത കൈവെടിഞ്ഞ് നമുക്കായിട്ട് പോരാടുമെങ്കിൽ ഒരു ശത്രുക്കൾക്കും തങ്ങൾക്കെതിരെ വിജയിക്കുവാൻ കഴിയുകയില്ല എന്നും കാറ്റത്തെ പൊടി പോലെ അവരെ പാറിക്കും എന്നുള്ള ആ ഒരു വിശ്വാസം ജനത്തിന് കൈവരുകയാണ്. ശത്രുക്കൾ സഖ്യം ചേരട്ടെ, ഗൂഢാലോചനകൾ ഒക്കെ ചെയ്യട്ടെ, കെണികളൊക്കെ നമുക്ക് എതിരെ അവർ കെട്ടിപ്പൊക്കട്ടെ. ദൈവഹിതമെങ്കിൽ, ദൈവം നമ്മുടെ കൂടെയുണ്ടെങ്കിൽ, ദൈവത്തെ നമ്മോടൊപ്പം നിർത്തുമെങ്കിൽ ഇവിടെയൊക്കെ നമുക്ക് വിജയിക്കുവാനായിട്ട് കഴിയും. പുതിയ ദിനം അനുഗ്രഹത്തിൻ്റെ നല്ല ദിനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.